നമസ്കാരം ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാചകങ്ങൾ മനസ്സിലാക്കാം. നീ അത് ചെയ്യുമോ, അല്ലെങ്കിൽ നീ അത് ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം. ഡു യു ഡു ദാറ്റ്. ഇതിൽ ആദ്യത്തെ ഡു ഓക്സിലറി വെബ് ആയിട്ടും രണ്ടാമത്തെ ഡു മെയിൻ വെബ് ആയിട്ടുമാണ് ഉപയോഗിക്കേണ്ടത്. സോ നീ അത് ചെയ്യാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം. ഡു യു ഡു ദാറ്റ്. അടുത്തത്, നീ അത് ചെയ്യില്ലേ. അങ്ങനെയെങ്കിൽ നീ അത് ചെയ്യില്ലേ എന്നെങ്ങനെ പറയാം. നീ അത് ചെയ്യുമോ, നീ അത് ചെയ്യാറില്ലേ എന്നെങ്ങനെ പറയാം. ഡു യു ഡു ദാറ്റ്. അങ്ങനെയെങ്കിൽ നീ അത് ചെയ്യില്ലേ എന്നെങ്ങനെ പറയാം. അല്ലെങ്കിൽ നീ അത് ചെയ്യാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഡോണ്ട് യു ഡു ദാറ്റ്. ഡോണ്ട് യു ഡു ദാറ്റ്. നീ അത് ചെയ്യാറില്ലേ. അങ്ങനെയെങ്കിൽ അവൻ അത് ചെയ്യുമോ എന്നെങ്ങനെ ചോദിക്കാം. ഡസ് ഹി ഡു ദാറ്റ്. ഇവിടെ ഹി ആണ് സബ്ജക്റ്റ് അല്ലേ. നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിക്കാം. അവൻ അത് ചെയ്യുമോ എന്നെങ്ങനെ ചോദിക്കാം. ഡസ് ഹി ഡു ദാറ്റ്. നമ്മൾ ഡസ് ഹി ഡസ് ദാറ്റ് എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഡസിൽ തന്നെ യെസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡൂവിൻ്റെ കൂടെ വീണ്ടും യെസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് പറയാം ഡസ് ഹി ഡു ദാറ്റ്. അവനത് ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ അവനത് ചെയ്യുമോ. അങ്ങനെയെങ്കിൽ അവനത് ചെയ്യില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഒരു നോട്ട് ആഡ് ചെയ്യണം അല്ലേ. ഡസൻ ഹി ഡു ദാറ്റ്. ഡസൻ ഹി ഡു ദാറ്റ്. അവനത് ചെയ്യാറില്ലേ. അങ്ങനെയെങ്കിൽ അവൾ അത് ചെയ്യില്ലേ എന്നെങ്ങനെ ചോദിക്കാം. സബ്ജക്റ്റ് മാത്രമേ മാറുന്നുള്ളൂ അല്ലേ. ഡസ് ഷീ ഡു ദാറ്റ്. അവളത് ചെയ്യുമോ, അവളത് ചെയ്യാറുണ്ടോ. ഡസ് ഷീ ഡു ദാറ്റ്. അങ്ങനെയെങ്കിൽ അവളത് ചെയ്യാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ അവളത് ചെയ്യാറില്ലേ, അവളത് ചെയ്യുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഒരു നോട്ട് ആഡ് ചെയ്യണം അല്ലേ. ഡസൻ ഷീ ഡു ദാറ്റ്. ഡസ് ഷീ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ അവളത് ചെയ്യുമോ, അവളത് ചെയ്യാറുണ്ടോ. അങ്ങനെയെങ്കിൽ അവളത് ചെയ്യാറില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഡസൻ ഷീ ഡു ദാറ്റ്. ഇനി എനിക്ക് അത് ചെയ്യാൻ കഴിയും. എനിക്ക് അത് ചെയ്യാൻ കഴിയും എന്നെങ്ങനെ പറയാം. കഴിയുക എന്നെങ്ങനെ പറയാം. ക്യാൻ അല്ലേ. അങ്ങനെയെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയും എന്നെങ്ങനെ പറയാം. ഐ ക്യാൻ ഡു ദാറ്റ്. ഡു ചെയ്യുക, ക്യാൻ കഴിയുക, ഡു ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം. ഐ ക്യാൻ ഡു ദാറ്റ്. ഐ ക്യാൻ ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയും. അങ്ങനെയെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നെങ്ങനെ പറയാം. ഐ ക്യാൻ നോട്ട് ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിലോ ഐ കാൺട്ട് ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ഇനി അവർ അത് ചെയ്യുമോ, അവർ അത് ചെയ്യുമോ എന്നെങ്ങനെ ചോദിക്കാം. ഡു ദേ ഡു ദാറ്റ്. അല്ലെങ്കിൽ അവർ അത് ചെയ്യാറുണ്ടോ. ഡു ദേ ഡു ദാറ്റ്. അവർ അത് ചെയ്യാറുണ്ടോ. അങ്ങനെയെങ്കിൽ അവർ അത് ചെയ്യില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവർ അത് ചെയ്യാറില്ലേ, അവർ അത് ചെയ്യാറില്ലേ. ഡോണ്ട് ദേ ഡു ദാറ്റ്. ഡോണ്ട് ദേ ഡു ദാറ്റ്. അവർ അത് ചെയ്യാറില്ലേ. ഇനി എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. എനിക്കത് ചെയ്യാൻ കഴിയും. ഐ ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതാണല്ലേ. പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ക്യാനിൻ്റെ പാസ്റ്റ് എന്താണ്. ക്യാൻ എന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്. അല്ലെങ്കിൽ ക്യാൻ എന്ന വെർബിൻ്റെ V2 എന്താണ്. കുഡ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം. ഐ കുഡ് നോട്ട് ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഡു ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു തരത്തിലും പറയാവുന്നതാണ്. അതെങ്ങനെ പറയാം. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നെങ്ങനെ പറയാം. ഐ വാസ് ഏബിൾ ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം. എനിക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല എന്നെങ്ങനെ പറയാം. ഐ വാസ് നോട്ട് ഏബിൾ ടു
do that. I was not able to do that. ഇനി വേറെ നോക്കാം. നിങ്ങൾ എപ്പോഴാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് അത് ചെയ്യാറുള്ളത് എന്നെങ്ങനെ ചോദിക്കാം? When do you do that? When do you do that? നിങ്ങൾ സാധാരണയായിട്ട് എപ്പോഴാണ് അത് ചെയ്യാറുള്ളത്? When do you do that? Usually, അല്ലെ? സാധാരണയായി നിങ്ങൾ അത് എപ്പോഴാണ് ചെയ്യാറുള്ളത്? When do you do that? വേറൊന്ന് നോക്കാം. അവൻ എപ്പോഴാണ് അത് ചെയ്യുന്നത്? അവൻ അത് എപ്പോഴാണ് ചെയ്യാറുള്ളത് എന്നെങ്ങനെ ചോദിക്കാം? When does he do that? When does he do that? അവൻ എപ്പോഴാണ് അത് സാധാരണയായി ചെയ്യാറുള്ളത്? അങ്ങനെയെങ്കിൽ അവൾ എപ്പോഴാണ് അത് ചെയ്യാറുള്ളത് എന്നെങ്ങനെ ചോദിക്കാം? When does she do that? When does she do that? അവൾ എപ്പോഴാണ് അത് ചെയ്യാറുള്ളത്? അങ്ങനെയെങ്കിൽ നമുക്ക് അവർ എപ്പോഴാണ് അത് ചെയ്യുന്നത്, അവർ എപ്പോഴാണ് അത് ചെയ്യാറുള്ളത് എന്നെങ്ങനെ പറയാം? When do they do that? അവർ എപ്പോഴാണ് അത് ചെയ്യാറുള്ളത്? ഇനി വേറെ നോക്കാം. നീ എന്താണ് ചെയ്യുന്നത്? അതിനർത്ഥം നീ ഇപ്പോഴെന്താണ് ചെയ്യുന്നത് എന്നല്ല ചോദിക്കുന്നത്. നീ എന്താ ചെയ്യുന്നത്? നീ എന്താ ചെയ്യുന്നത് എന്നെങ്ങനെ ചോദിക്കാം? What do you do? What do you do? നീ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അവൻ എന്താണ് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം? അവൻ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം? What does he do? What does he do? അവൻ എന്താണ് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അവൾ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം? What does she do? What does she do? ഇവിടെ നമ്മൾ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. അവനിപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി ചോദിക്കുന്നതാണല്ലേ. അവൾ എന്താ ചെയ്യുന്നത്, അവർ എന്താ ചെയ്യുന്നത്. അപ്പം എങ്ങനെ ചോദിക്കാം? അവൾ എന്താണ് ചെയ്യുന്നത്? What does she do? What does she do? അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നെങ്ങനെ ചോദിക്കാം? What do they do? What do they do? അവർ എന്താണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിനാണ്, അല്ലെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല, കണ്ടിന്യൂസ് ഫോം അല്ല ഉപയോഗിക്കുന്നത്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നത്? ഇങ്ങനെ ചോദിക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? Why do you do that? Why do you do that? അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം? നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം? Why don't you do that? Why don't you do that? അങ്ങനെയെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം? Why does he do that? Why does he do that? അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം? Why doesn't he do that? Why doesn't he do that? അവൻ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? വേറെ നോക്കാം. എന്തുകൊണ്ടാണ് അവൾ അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം? Why does she do that? Why does she do that? അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? Why does she do that? അങ്ങനെയെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം? അങ്ങനെയെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം? Why doesn't she do that? Why doesn't she do that? Why doesn't she do that? അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? Why doesn't she do that? അവൾ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അങ്ങനെയെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് എങ്ങനെ ചോദിക്കാം? Why do they do that? Why do they do that? അങ്ങനെയെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നെങ്ങനെ പറയാം? അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അപ്പം എങ്ങനെ ചോദിക്കാം? Why don't they do that?
അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്? Why do they do that? അങ്ങനെയെങ്കിൽ അവർ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? Why don't they do that? അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അവരെന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? Why don't they do that? Why don't they do that? Thank you.